ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 19 തിങ്കളാഴ്ചയാണ്. ആദ്യം തന്നെ US മാർക്കറ്റുകളിലേക്ക് വരാം. വെള്ളിയാഴ്ച US മാർക്കറ്റുകളിൽ നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നു. പ്രതീക്ഷിച്ചതിനൊത്ത് ഒരു ഡാറ്റ ആയിരുന്നില്ല പുറത്തു വന്ന്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത്. 5 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം US മാർക്കറ്റുകൾ നെഗറ്റീവിൽ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.3% എന്തായാലും നമ്മുടെ മാർക്കറ്റിന് ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗിന് തന്നെയാണ് സാധ്യതയുള്ളത്. പക്ഷേ ഓൾ ടൈം ഹൈ ലെവലുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോഷ്യസ് ആയി വേണം ട്രേഡ് ചെയ്യാൻ. ഇന്നത്തെ ഒരുപാട് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുണ്ട്. ആദ്യം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. പ്രതിരോധ മേഖലയ്ക്ക് 84,560 കോടി രൂപയുടെ പുതിയ പദ്ധതിയുമായി കേന്ദ്രം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ 84,560 കോടി രൂപയുടെ പദ്ധതിക്ക് അടുത്തിടെ അംഗീകാരം നൽകിയതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നു. പ്രതിരോധ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പരിപോഷിപ്പിക്കുന്നതിനും ഇന്നൊവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസിന് കീഴിൽ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പുകളിൽ നിന്നും MSMEകളിൽ നിന്നും നൂതന സാങ്കേതിക വിദ്യകളുടെ സംഭരണം സുഗമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഡിഫൻസ് ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ 2020 ഭേദഗതിയിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ചു. അടുത്തതായി DAC പ്രഖ്യാപിച്ച സുപ്രധാനമായ പദ്ധതികളും അതുമൂലം ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികളുടെ പേരും നമുക്ക് നോക്കാം. ഇതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്, ഞങ്ങളുടെ ഒരു വ്യൂ മാത്രമാണ്. മീഡിയം റേഞ്ച് മെറിടൈൻ റീകോനൈസൻസ് ആൻഡ് മൾട്ടി മിഷൻ എയർക്രാഫ്റ്റ് ഫോർ കോസ്റ്റ് ഗാർഡ്. ഇതുവഴി ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ HAL, ബെൽ, ആസ്ട്ര മൈക്രോവേവ്, ഡാറ്റ പാറ്റേൺസ് എന്നീ കമ്പനികളാണ്. ആക്റ്റീവ് ടവേർഡ് അറൈ സോണാർ ഫോർ നേവി, ബെല്ലിന് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഹെവി വെയ്റ്റഡ് ടോർപെഡസ് ഫോർ നേവി, BDL, അപ്പോളോ മൈക്രോ സിസ്റ്റം എന്നീ കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ന്യൂ ജനറേഷൻ ഓഫ് ആൻറ്റി ടാങ്ക് മൈൻസ്, ഭാരത് ഫോർജിനെ സംബന്ധിച്ച് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാനിസ്റ്റർ ലോഞ്ച്ഡ് ആൻറ്റി ആർമർ ലോയ്റ്റർ മ്യൂണീഷൻ സിസ്റ്റം, സോളാർ ഇൻഡസ്ട്രീസ്, BDL എന്നീ കമ്പനികളെ സംബന്ധിച്ച് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. എയർ ഡിഫൻസ് ടാക്ടിക്കൽ കൺട്രോൾ റഡാർ, ബെല്ല്, ആസ്ട്രോ മൈക്രോവേവ്, BEML എന്നീ കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഫോളോ ഓൺ സപ്ലൈ സപ്പോർട്ട് ഫോർ 24 MH-60R എയർക്രാഫ്റ്റ്, ഫ്ലൈറ്റ് റീഫ്യൂവലർ എയർക്രാഫ്റ്റ് ഫോർ ഇന്ത്യൻ എയർഫോഴ്സ് എന്നത് HALനെ സംബന്ധിച്ച് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും കഴിഞ്ഞ ഇന്ററിം ബഡ്ജറ്റിലും ഡിഫൻസ് സെഗ്മെന്റിന്റെ ആ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രതിരോധ മേഖലയ്ക്ക് 6.21 ലക്ഷം കോടി രൂപ വകയിരുത്തി. മുൻവർഷത്തെ വിഹിതമായ 5.94 ലക്ഷം കോടിയിൽ നിന്ന് 4.72% വർധനമാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ വിഹിതം മാറ്റിവെച്ചതും ഡിഫൻസ് മേഖലയ്ക്ക് തന്നെയായിരുന്നു. മൊത്തത്തിലുള്ള വിഹിതത്തിന്റെ ഏകദേശം 13% അവിടേക്ക് മാറ്റിവെച്ചത്. എന്തായാലും എത്രയേറെ പ്രാധാന്യമാണ് ഡിഫൻസ് സെക്ടറിന് ഉള്ളത് എന്ന് കാണാം. ഈ പറഞ്ഞ ഒത്തിരിയേറെ കമ്പനികൾക്കും അതുകൂടാതെ ഇവിടെ നമ്മൾ പരാമർശിക്കാത്ത കമ്പനികൾക്കും ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ ടെക് സെക്ടറിന്റെ ഗ്രോത്തിനെ സംബന്ധിച്ച് നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് നൽകിയ ഒരു റിപ്പോർട്ടിലേക്കാണ്. 2023 സാമ്പത്തിക വർഷത്തിലെ 8.4% നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ വളർച്ച 3.8% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നാസ്കോം പറയുന്നു. കൂടാതെ വരുമാനം $253.9 ബില്യൺ എന്നും പറയുന്നു. സോഫ്റ്റ്വെയർ കയറ്റുമതി കുറയുമെന്നും മൊത്തം ജോലി കൂട്ടിച്ചേർക്കൽ 60,000 കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും IT സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരുന്നു. മറ്റൊരു വാർത്ത. ഇൻസാറ്റ് 3DS ഭ്രമണപഥത്തിൽ കൂടുതൽ കൃത്യമായ കാലാവസ്ഥ നിരീക്ഷണം സാധ്യമാക്കുന്ന ആധുനിക ഉപകരണങ്ങളുമായി 3ാം തലമുറ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ISRO വിജയകരമായി വിക്ഷേപിച്ചു. ഇതിലൂടെ കടലിലെ മാറ്റങ്ങൾ, ചുഴലിക്കാറ്റുകൾ, കാലവർഷം തുടങ്ങിയവയെ പറ്റി കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും. ദുരന്ത പ്രതിരോധത്തിന് ഇത് സഹായിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ ആഴ്ച നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ നോക്കാം. ചൊവ്വാഴ്ച ഫെബ്രുവരി 20 ചൈന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ത്യ മണി സപ്ലൈ ഡാറ്റ വരുന്നുണ്ട്. വ്യാഴാഴ്ച ഫെബ്രുവരി 22 ഇന്ത്യ ഫ്ലാഷ് PMI ഡാറ്റയും മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് ഡാറ്റയും വരുന്നുണ്ട്. US ജോബ്ലെസ് ക്ലെയിംസ്, ഹോം സെയിൽസ് ഡാറ്റ, അതുപോലെ FOMC മീറ്റിംഗ് മിനിറ്റ്സും വ്യാഴാഴ്ച തന്നെയാണ്. വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ത്യ ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ഗ്രോത്ത് വരുന്നുണ്ട്. ചൈന ഹോം പ്രൈസസ് ഡാറ്റയും വെള്ളിയാഴ്ച തന്നെയാണ്. ഈ ആഴ്ച പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന ഒരു IPO GPT ഹെൽത്ത് കെയർ ആണ്. വ്യാഴാഴ്ച ഫെബ്രുവരി 22 ഇത് ഓപ്പൺ ആവുന്നത്. ഇനി ഈ ആഴ്ച റിസൾട്ട് വരുന്ന ഒരു കമ്പനി ഉള്ളത് ABB ഇന്ത്യയാണ്. ഫെബ്രുവരി 20 ചൊവ്വാഴ്ചയാണ് കമ്പനിയുടെ റിസൾട്ട് വരുന്നത്.
നിഫ്റ്റിയിലേക്ക് തുടർച്ചയായ നാലാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. സൈക്കോളജിക്കൽ ലെവലായ 22,000-ന് മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. 22,040 എന്ന നിലയിൽ 0.59% ഉയർന്നായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത്. പോസിറ്റീവായ ഗ്ലോബൽ മാർക്കറ്റുകളും ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ നാരവായതും മാർക്കറ്റുകൾക്ക് ഗുണകരമായി. മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിലും കോഷ്യസ് ആയി വേണം ഇനി മാർക്കറ്റിനെ കാണേണ്ടത്. കാരണം അപ്സൈഡിൽ പ്രധാനപ്പെട്ട സോണാണുള്ളത്. ഹവർലി ചാർട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫോം ചെയ്ത ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അതായത് 21,900-ന് മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല 21 EMA ഉള്ള 21,750-ന് മുകളിലായിട്ടാണ് കഴിഞ്ഞ 4 ദിവസവും നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് എന്നത് വളരെ വലിയൊരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഡെയിലി ചാർട്ടിൽ ഒരു സ്പിന്നിംഗ് ടോപ്പിന് സമാനമായ കാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയത്. വീക്ക്ലി ചാർട്ടിൽ ഒരു ലോങ് ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ 1.2% നിഫ്റ്റി ഉയർന്നത്. 21,125 മുതൽ 21,150 വരെയുള്ള സോൺ അപ്സൈഡിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ഓൾ ടൈം ഹൈ കൂടിയുള്ള ലെവൽ അതുതന്നെയാണ്. ഈ സോണിൽ നിന്ന് ഒരുപാട് തവണ നിഫ്റ്റി വളരെ വലിയൊരു ഡൗൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സോൺ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതും. അപ്സൈഡിൽ ഓൾ ടൈം ഹൈ കഴിഞ്ഞാൽ പിന്നീട് പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 22,200 അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് കുറച്ചുകൂടി വലിയൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡൗൺ സൈഡിൽ 21,800 മുതൽ 21,850 വരെയുള്ള സോൺ ക്രൂഷ്യലായിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 23,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 22,600 സ്ട്രൈക്കിലും അതിനുശേഷം 22,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 21,700 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം 22,100 ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,050-ൽ പുട്ട് സൈഡിൽ 1,434% വർധനവാണ് കാണുന്നത്. നല്ലൊരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 186% വർധനവ്. ഒരു ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,100 സ്ട്രൈക്കിൽ 536% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 154% വർധനവ് കോൾ സൈഡിൽ കാണാം. നല്ല ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. 22,000 സ്ട്രൈക്കിൽ 30% വർധനവ് കോൾ സൈഡിലുണ്ട്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ. പുട്ട് സൈഡിലേക്ക് വന്നാൽ 213% വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലും കാണാം. ഈ രണ്ട് സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ്, അതായത് കോൾ സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. മാർക്കറ്റിനെ കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,384-ൽ 0.36% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഡേ ക്യാൻഡിൽ ഒരു ലോങ് ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. അടുത്തത് വീക്ക്ലി സ്കെയിലിൽ ലോങ് ലോവർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 50-ഡേ SMA ഉള്ള 46,815 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ കൂടുതൽ ബുള്ളിഷായി എന്ന് നമുക്ക് കണക്കാക്കാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളിലേക്ക് വരാം. 47,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000-ലും അതിനുശേഷം 45,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉമാണ്. അടുത്തത് ഇന്ത്യ വിക്സിലേക്ക് വന്നാൽ തുടർച്ചയായ 4-ാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 0.01% ഇടിഞ്ഞായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ടിറ്റാഗ്ര റെയിൽ സിസ്റ്റംസ് 170 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. മറ്റൊരു കമ്പനി ബജാജ് ഓട്ടോയാണ്. ടെൻഡർ ഓഫർ വഴി 4,000 കോടി രൂപ വരെ തിരികെ വാങ്ങുമെന്ന് കമ്പനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ബൈബാക്കിന്റെ റെക്കോർഡ് തീയതി 2024 ഫെബ്രുവരി 29 നിശ്ചയിച്ചിരിക്കുന്നു. 40 ലക്ഷം വരെയുള്ള ഓഹരികൾ 10,000 രൂപയിൽ കവിയാത്ത വിലയ്ക്ക് തിരികെ വാങ്ങാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. മറ്റൊരു വാർത്ത ടാറ്റ പവറുമായി ബന്ധപ്പെട്ടതാണ്. ജൽപൂര ഖുർജ പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ഏറ്റെടുക്കാൻ ടാറ്റ പവറിന് REC പവർ ഡെവലപ്മെന്റ് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്ന് ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് ലഭിച്ചു എന്നൊരു വാർത്ത. പ്രൊജക്ട് കോസ്റ്റ് 838 കോടി രൂപയാണ്. അടുത്തത് ഇൻഡ് സ്വിഫ്റ്റ് ലബോറട്ടറീസ് 959.5 മില്യൺ രൂപയ്ക്ക് മുഴുവൻ ഷെയർ ഹോൾഡിംഗ് എസിക്സ് ബയോ സയൻസസിന് വിൽക്കാൻ സമ്മതിച്ചു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി GP പെട്രോളിയംസ്
ബാംഗ്ലൂരിലെ നൂർ ട്രേഡിംഗുമായി ഒരു വിതരണ കരാറിൽ കമ്പനി ഒപ്പിട്ടു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി ഒമെക്സ് ലിമിറ്റഡ് 385 കോടി രൂപ ചെലവിൽ 2 ബസ് ടെർമിനലുകളുടെ വികസനത്തിനായി ഉത്തർപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അശോക് ലൈലാൻഡ്, ബൽറാംപൂർ ചീനി മിൽസ്, ബന്ധൻ ബാങ്ക്, കാനറ ബാങ്ക്, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇൻഡസ് ടവേഴ്സ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് രാവിലെ 10 മണി മുതൽ തന്നെ, ഒരുപക്ഷെ അതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ എഫേർട്ട് എടുക്കുന്ന ഒരു സെഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇനി അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്ക് വരാം. ആദ്യം ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ GICERE 412 എന്ന നിലയിൽ എൻട്രി എടുത്തു. 444 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 7% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് പ്രസ്റ്റീജ് ആയിരുന്നു. 1162 എന്ന നിലയിൽ എൻട്രി എടുത്തു. ഇൻട്രാഡേയിൽ തന്നെ 1214 എന്ന നില വരെ അപ്പായി. ഏകദേശം 4.5% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിലും ലഭിച്ചു. അടുത്തത് ബയോകോൺ 281.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 289 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 290 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് ബജാജ് ഓട്ടോ ആയിരുന്നു. 8256 എന്ന നിലയിൽ എൻട്രി എടുത്തു. 8350 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ 8455 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 2.5% നമുക്ക് ഈ സ്റ്റോക്കിലും പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തതായി നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് വെറും 3 ദിവസം കൊണ്ട് 17% പ്രോഫിറ്റ് തന്ന ഒരു സ്റ്റോക്കാണ് നാറ്റ്കോ ഫാർമ. 899 എന്ന നിലയിൽ എൻട്രി എടുത്തു. 1051 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 17% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് സ്വാൻ എനർജി 721 എന്ന നിലയിൽ എൻട്രി എടുത്തു. 764 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 6% പ്രോഫിറ്റാണ് നമുക്ക് സ്വാൻ എനർജിയിൽ ലഭിച്ചത്. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് ഫെഡറൽ ബാങ്ക് ആയിരുന്നു. ജനുവരി 29 സ്റ്റോക്കിൽ എൻട്രി എടുത്ത് 144 എന്ന നിലയിൽ എൻട്രി എടുത്തു. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 160 ആയിരുന്നു. ഏകദേശം 11% മുകളിൽ നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് കോൾ ഇന്ത്യ ആയിരുന്നു. 463.9 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. 485 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഏകദേശം 5% നമുക്ക് സ്റ്റോക്കിലും പ്രോഫിറ്റായി ലഭിച്ചു. നല്ല പ്രോഫിറ്റിലേക്ക് വന്ന കുറച്ച് സ്വിംഗ് സ്റ്റോക്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 253 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്ത്. DIS ആവട്ടെ 1571 കോടി രൂപയ്ക്ക് വീണ്ടും ബൈ ചെയ്ത് മാർക്കറ്റിനെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് US മാർക്കറ്റിലേക്ക്. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത 3 മാർക്കറ്റുകളും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.40% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 0.78% ഇടിഞ്ഞു. S&P 500 0.47% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. തുടർച്ചയായ 5 ആഴ്ചത്തെ നേട്ടത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച നെഗറ്റീവിലായിരുന്നു 3 മാർക്കറ്റുകളും ക്ലോസ് ചെയ്ത്. വെള്ളിയാഴ്ച ഇൻവെസ്റ്റേഴ്സ് കാത്തിരുന്ന പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നു. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ 0.3% ജനുവരിയിൽ ഉയർന്നത്. എക്കണോമിസ്റ്റുകളുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 0.1% ഉയരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കൂടാതെ PPI ഡാറ്റ പ്രതീക്ഷകൾക്ക് അനുസരിച്ചല്ല എന്നതുകൊണ്ട് തന്നെ മാർക്കറ്റുകൾ നെഗറ്റീവിലാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത്. മാത്രമല്ല US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.3% മുകളിൽ ഉയരുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.7% ഉയർന്നിരുന്നു. ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണിത്. എന്തായാലും PPI ഇൻഫ്ലേഷനും കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ജനുവരിയിലെ ഹെഡ്ലൈൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തതോടെ US-ൽ റേറ്റ് കട്ടിന്റെ പ്രതീക്ഷകൾക്ക് വീണ്ടും മങ്ങലേറ്റിരിക്കുകയാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.04% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ആക്സിസ് ബാങ്ക് 0.15% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.72% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.79% ഉയർന്നു. വിപ്രോ ആണ് വലിയ നേട്ടമുണ്ടാക്കിയത്. 4.05% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.07% ഉയർന്നും നാസ്ഡാക്ക് 0.25% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് US മാർക്കറ്റിന് ഒരു ഹോളിഡേ ആണ്. വാഷിംഗ്ടൺസ് ബർത്ത്ഡേയോടനുബന്ധിച്ച് മാർക്കറ്റ് ഹോളിഡേ ആണ്. അടുത്തത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക്. UK റീറ്റെയിൽ സെയിൽസ് ഡാറ്റ വ്യാഴാഴ്ച പുറത്തു വന്നിരുന്നു.
പ്രതീക്ഷിച്ചാലും സ്ട്രോങ്ങർ ഡാറ്റ ആയതുകൊണ്ട് തന്നെ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 1.50% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.32% ഉയർന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റ് DAX 0.42% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. DAX 0.16% ഉയർന്നും, CAC 0.20% ഉയർന്നും, FTSE 0.20% തന്നെ ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഇന്ന് ഒരു മിക്സഡ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഒരാഴ്ച നീണ്ടുനിന്ന ലൂണാർ ഹോളിഡേയ്സിന് ശേഷം ചൈനീസ് മാർക്കറ്റുകൾ ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 22,158 എന്ന നിലയിലാണ്. ഒരു 46 പോയിന്റ്സിൻ്റെ അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു 50 മുതൽ 60 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് ഇന്ന് നമ്മുടെ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നിക്കി മാർക്കറ്റ് ഇപ്പോൾ 0.24% ഇടിഞ്ഞാണ് ട്രേഡിംഗ് നടത്തുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.04% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 1.04% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കങ്ങളും US നിന്നും പുറത്തു വന്ന പണപ്പെരുപ്പ് ഡാറ്റയും ക്രൂഡ് ഓയിൽ പ്രൈസുകൾക്ക് വളരെയേറെ ഗുണം ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലും പ്രതിവാര നേട്ടത്തിലായിരുന്നു ഓയിൽ പ്രൈസുകൾ ക്ലോസ് ചെയ്ത്. ഇപ്പോൾ ബ്രന്റ് ഉള്ളത് $82.88 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.78% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ട്രേഡ് ചെയ്യുന്നത് $77.89 പെർ ബാരൽ എന്ന നിലയിൽ 0.73% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒത്തിരിയേറെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ന്യൂസുകളാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.